എല്ലാ പ്രിയപ്പെട്ടവർക്കും ആസ്ട്രോദീപം ചാനലിലേക്ക് സ്വാഗതം. ക്ഷത്രിയരാരാണെന്നും എങ്ങനെയാണ് ക്ഷത്രിയർക്ക് അങ്ങനെ ഒരു പേരുണ്ടായത് എന്നും നിങ്ങൾക്ക് അറിയാമോ? രാജാക്കന്മാരെ പൊതുവെ ക്ഷത്രിയർ എന്നാണ് പണ്ടുകാലത്ത് വിളിച്ചിരുന്നത്. അങ്ങനെ വിളിക്കാൻ തന്നെ തക്കതായ ഒരു കാരണവും ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, കൃതയുഗത്തിൽ ജനങ്ങളും രാജാക്കന്മാരും ഭരണാധികാരികളുമൊക്കെ ധർമ്മം തെറ്റിക്കാതെ ജീവിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കാലത്ത് പോലീസും കോടതിയും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കലിയുഗത്തിന്റെ തുടക്കത്തിൽ ജനങ്ങൾ ആശകൾക്ക് അടിമയായി തീരുകയും തമ്മിൽ കലഹിക്കാൻ തുടങ്ങുകയും ചെയ്തു. വേദപാരായണവും ധർമ്മനീതി പ്രകാരവും ജീവിക്കുന്നതുമൊക്കെ ജനങ്ങൾ കൈവിടിഞ്ഞു. ഇതറിഞ്ഞ് സൃഷ്ടിദേവനായ ബ്രഹ്മാവ് 1,00,000 ശ്ലോകങ്ങളടങ്ങിയ ഭണ്ഡഗ്രന്ഥം എന്ന പുസ്തകം രചിക്കുകയുണ്ടായി. ഇതിൽ ധർമ്മം അനുഷ്ഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതിന് പ്രകാരം ഭൂമിയിൽ ഭരണം നടത്താൻ ഒരു നേതാവിനെ നിയമിക്കുവാൻ ദേവന്മാർ ആഗ്രഹിച്ചു. ഇതിൻ പ്രകാരം ദേവന്മാർ ഇത് ആരോടാണ് പറയുക എന്ന് ആശങ്കപ്പെട്ടു. എന്നിരുന്നാൽ അവരുടെ തീരുമാനത്തിനൊടുവിൽ ഭഗവാൻ മഹാവിഷ്ണുവിനോട് ഈ കാര്യം ആവശ്യപ്പെടുവാൻ എല്ലാവരും കൂടെ തീരുമാനത്തിലെത്തി. അപ്രകാരം ഭഗവാൻ മഹാവിഷ്ണുവിനോട് ഈ കാര്യം അവതരിപ്പിക്കുകയും അദ്ദേഹം തൻ്റെ മാനസപുത്രനായ വിരജനെ നേതാവാക്കുകയും ചെയ്തു. വിരജന്റെ വംശത്തിൽ വന്ന പൃഥ്വിന്റെ പേരിൽ ഭൂമിക്ക് പൃഥ്വി എന്ന് പേരിടുകയും ചെയ്തു. പൃഥ്വിന്റെ ഭരണകാലം സുവർണകാലമായിരുന്നതിനാൽ അവനെ ജനങ്ങൾ ക്ഷത്രിയനെന്ന് വിളിച്ചു. കാരണം ക്ഷത്രിയൻ എന്നാൽ സൽഭരണം നടത്തുന്നവൻ എന്നാണ് അർത്ഥം. അതിനുശേഷം വന്ന എല്ലാ രാജാക്കന്മാരെയും ക്ഷത്രിയനെന്ന് വിളിച്ചു പോന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു കഥ കേട്ടിട്ടുള്ളവർ യെസ് എന്നും അറിയാത്തവർ നോ എന്നും കമന്റ് ചെയ്യണേ. ഇതുപോലെയുള്ള ജ്യോതിഷപരമായ കഥകളും കാഴ്ചകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.